എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് നമുക്ക് വേണ്ടത് ഒരു പച്ചമാങ്ങ ആണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള വാടാത്ത പച്ചമാങ്ങ. ഇതിപ്പോൾ മാവിൽ നിന്ന് ഞാൻ പറിച്ചെടുത്തിട്ടുള്ള ഒരു മാങ്ങയാണ്. ഇത് മൂവാണ്ടൻ മാങ്ങ. ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് കണ്ടോ, ഇതിൻ്റെ ചൊനയൊക്കെ വന്നത് കണ്ടോ. ഇതൊന്ന് നമ്മൾ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് നല്ലപോലെ കഴുകണം കേട്ടോ. അല്ലെങ്കിൽ ആ ചൊന ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും, പൊള്ളും, നമ്മുടെ കയ്യും മുഖമൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെത്തിയിട്ട് ഞാൻ ഒന്ന് കഴുകി കട്ട് ചെയ്തെടുക്കട്ടെ. ഇതിപ്പോൾ മിക്ക ആളുകളും ഈ ചൂട് സമയമായതുകൊണ്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. പക്ഷേ ഇത് പച്ചമാങ്ങ വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകിയെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു മാങ്ങ എടുത്താലും നമുക്ക് ഏകദേശം ഒരു ഗ്ലാസ് ജ്യൂസിനുള്ളത് ഉണ്ടാവുള്ളൂ. പിന്നെ വെറുതെ കുറേ വെള്ളം കൂട്ടിയിട്ട് കാര്യമില്ല കേട്ടോ. ഒരു മാങ്ങ എടുത്താൽ ഒറ്റ ഗ്ലാസ് ജ്യൂസ് അത്രേ ഉള്ളൂ. പിന്നെ അതിലേക്ക് ഒരു 2 തണ്ട് പുതിനയുടെ ഇല ഇട്ട് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുന്നത് ഇതിൻ്റെ മാങ്ങയുടെ പുളി ഉണ്ടാവുമല്ലോ, അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഗ്ലാസ് നിറയെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതൊന്ന് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് അരിച്ച് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാൽ അടിപൊളിയായിട്ടുള്ള ജ്യൂസ് റെഡിയാണ്. നിങ്ങളുടെ കയ്യിൽ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഐസ് ക്യൂബ്സ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, ഒരു റിഫ്രഷ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.